ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ 26-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. അതില് വ്യാപകഃ എന്ന വാക്കിന്റെ അർത്ഥമാണ് അവസാനം നോക്കിയത്. ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. എതുപോലെ എന്നാൽ ആത്മാ സർവസ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു. ജ്ഞാനി ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്, സർവസ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് എന്ന് വെച്ചാൽ, നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ഒരു ലോകം നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു. നമ്മളിലാണ് ആ ലോകം ഇരിക്കുന്നത്. നമ്മൾ ആ ലോകത്തിലല്ല, നമ്മളിൽ ആ ലോകം ഇരിക്കുന്നു. അതുപോലെയാണ് ജ്ഞാനി ലോകത്തില്, ലോകം ജ്ഞാനിയിൽ ഇരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അതാണ് വ്യാപകഃ എന്ന് പറഞ്ഞത്. ശരീരത്തിന് അങ്ങനെ വ്യാപിക്കാൻ പറ്റില്ല. ആത്മാ, ഞാൻ എന്ന ആ ബോധം, ആ ആത്മാ, അതിനെ അങ്ങനെ വ്യാപിക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ വ്യാപിച്ചാണ് ഇരിക്കുന്നത് സർവസ്ഥലത്തും. അതില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. സർവസ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നു ആത്മാ. അടുത്ത ശ്ലോകം നോക്കാം. നിർഗുണോ നിഷ്ക്രിയോ നിത്യോ നിത്യമുക്തോഹമച്യുതഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. നിർഗുണോ നിഷ്ക്രിയോ നിത്യോ നിത്യമുക്തോഹമച്യുതഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യത്തെ ബുധൈഃ. ഇവിടെയും വീണ്ടും ആത്മാവിന്റെ ലക്ഷണങ്ങളെ പറയാണ്. ബ്രഹ്മലക്ഷണം, പരമാത്മ ലക്ഷണം പറയുന്നു. 5 ലക്ഷണങ്ങൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തത് നിർഗുണഃ. അഹം നിർഗുണഃ. അഹം നിർഗുണഃ. നമുക്ക് സത്വ രജ തമോ ഗുണങ്ങൾ ഇല്ലേ? നമുക്കിത് 3 സത്വ രജ തമോ ഗുണങ്ങൾ. ഇവ കൊണ്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത് തന്നെ. മായ സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. മായയിൽ നിന്നാണ് ഇവ വന്നിരിക്കുന്നത്. ഇത് മായ വന്നതുകൊണ്ട് മായയുടെ സ്വരൂപമാണത്. മായയിൽ നിന്ന് വന്നതുകൊണ്ട് മായാസ്വരൂപമാണത്. മായയിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായി? ഈ ഉടൽ, ഈ ലോകം, ഈ മനസ്സ്, ഇതെല്ലാം മായയിൽ നിന്ന് വന്നതാണ്. ഇവയുടെ സ്വരൂപം ഈ ത്രിഗുണങ്ങളാൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ 3 ഗുണങ്ങളും വെച്ചാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാണാം. ചിലതിൽ സത്വഗുണം കൂടും, ചിലതില് രജോ ഗുണം കൂടും, ചിലതിൽ തമോ ഗുണം കൂടും. ഇങ്ങനെ ഏതായാലും ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് എല്ലാത്തിനും. ആത്മാവോ, ആത്മാ ഇതിൽ നിന്ന് അപ്പറയാണ്. ആത്മാവിനെ മായ ബാധിക്കില്ല. ബാധിച്ചതായിട്ട് നമുക്ക് തോന്നും. ആ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ മറികടക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മായയിലാണ്. കാരണം മായ ഉണ്ടാക്കിയതാണ് ഈ സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ട് ഈ കാണുന്നതെല്ലാം. അപ്പൊ ഇത് മായയുടെ സൃഷ്ടിയാണെന്നും ഇതല്ല ഞാൻ ഇതാണെന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞാൻ ഇതല്ല, ഞാൻ ഗുണാതീതനാണ്, ഈ ഗുണങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാൻ മായയിൽ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മായയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ, അതായത് ഇത് ഞാനല്ല എന്ന് മനസ്സിലാക്കിയാൽ രക്ഷയായി. ഇതല്ല ഞാൻ എന്ന് മനസ്സിലാക്കുന്നതാണ് ആ മായയിൽ നിന്നുള്ള രക്ഷപ്പെടൽ. സ്വയം ആണ് രക്ഷപ്പെടുന്നത്, വേറൊരാൾ രക്ഷിപ്പിക്കുകയല്ല. അവനവൻ തിരിച്ചറിയുന്നു ഞാൻ ആത്മസ്വരൂപമാണ് എന്ന്. ഈ 3 ഗുണങ്ങൾക്കും അപ്പുറമാണ് ഞാൻ. മായയുടെ ഗുണം എന്നിലില്ല, ഞാൻ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു. ശരിക്കും അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നതാണ്
ജ്ഞാനം. ഗുണം എന്നതിന് മനസ്സിലെ ഭാവന അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഗുണം ത്രിഗുണങ്ങളില് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. സദ്ഗുണം ഉണ്ടാകാം, അതിന് വാല്യൂസ് എന്ന് പറയും അല്ലെ. സദ്ഗുണങ്ങൾക്ക് വാല്യൂസ് എന്ന് പറയും. ദുർഗുണങ്ങൾക്ക് ഉണ്ടാവാം, ദുർഗുണങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ ദുർഗുണം എന്ന് പറയും. മനസ്സിലെ ഈ സദ്ഗുണത്തെയും ദുർഗുണത്തെയും കടന്നവനാണ് ആത്മാ. ആത്മാവിന് ഇതൊന്നും ബാധിക്കില്ല. സദ്ഗുണവും ദുർഗുണവും ഒക്കെ മനസ്സിൽ വരുന്നു. മനസ്സ് മായയാൽ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു, മായയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കാരണശരീരമാണ് മനസ്സ്. അതിൽ നിന്നും സൂക്ഷ്മ ശരീരമാണ് മനസ്സ്. ആ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മുക്തി നേടണം നമുക്ക്. കാരണശരീരത്തിൽ നിന്ന്, വാസനാസ്വരൂപമായ കാരണശരീരത്തിൽ നിന്നും മുക്തി നേടണം. അപ്പൊ ഇതിൽ നിന്നെല്ലാം വിട്ടാണ് ആത്മാ നിൽക്കുന്നത്. ഇതെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം എന്നാണല്ലോ പറയുക. അതെല്ലാം അങ്ങനെ ബന്ധിച്ചു കിടക്കും. ആത്മാ ഇതിൽ നിന്നും വേറിട്ടതാണ്. നമ്മളിത് രണ്ടിനെയും കൂടെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ എന്ന് പറയുന്നു. ആക്ച്വലി ഞാൻ ആത്മസ്വരൂപമാണ്, അതായത് നിർഗുണനാണ്. നിർഗുണൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറമാണ് ഞാൻ. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കണം ഈ ഒരു സ്റ്റേജിൽ. ഇപ്പൊ നമ്മൾ ഓരോ പടിപടിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ സദ്ഗുണനാണ്, ഞാൻ ദുർഗുണനാണ്, എനിക്ക് മോശം സ്വഭാവങ്ങളുണ്ട്, ഇങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. ഞാൻ ഇതൊന്നുമല്ല. ഇതൊക്കെ ഇവിടെ വ്യവഹാരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ശരിയായിട്ടുള്ള എൻ്റെ സ്വരൂപമല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പോണം. ധർമ്മ അധർമ്മം, അങ്ങനെ ധർമ്മവുമില്ല അധർമ്മവും ഇതിനൊക്കെ കടന്നവനാണ് ആത്മസ്വരൂപൻ. ധർമാധർമ്മങ്ങൾക്ക് അപ്പുറമാണ്. ധർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ സദ്ഗുണത്തിൽ വരും, അധർമ്മം എന്ന് പറയുമ്പോൾ ദുർഗുണത്തിൽ വരും. അപ്പൊ ഇതിനൊക്കെ കടന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് ആത്മാവിൻ്റെത്. ആത്മാ നിർഗുണ. ശരീരം ധർമാധർമ്മങ്ങൾക്ക് അടിമപ്പെട്ടതാണ്. ധർമാധർമ്മങ്ങളിലാണ് ശരീരം പ്രവർത്തിക്കുന്നത്. ധർമ്മം അധർമ്മം പാപം പുണ്യം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത്. പക്ഷെ ആത്മാ ഇതിനപ്പുറമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സത്വഗുണം എങ്ങനെ ഉണ്ടാവും? ശാരീരികമായിട്ട് നോക്കുമ്പോൾ അത് അഭിവൃദ്ധി തരും. ദുർഗുണങ്ങളോ പരാജയത്തെ തരും. ഇത് ഏത് ലെവലിലാണെന്നറിയാമോ? ഇത് ശാരീരികമായിട്ട് നോക്കുമ്പോഴാണ്, ബോഡി ലെവലിലാണ്. ശരീരമായിട്ട് നോക്കുമ്പോഴാണ് അഭിവൃദ്ധിയും പരാജയവും ഒക്കെ വരുന്നത്. ആത്മാവിന് അഭിവൃദ്ധിയുമില്ല പരാജയമില്ല, ഒന്നുമില്ല. നിത്യസ്വരൂപമാണ്, നിത്യാനന്ദത്തിലാണ് ഇരിക്കുന്നത്. ആത്മാക്ക് അങ്ങനെ ശാരീരികമായിട്ടുള്ള ഒന്നും ആത്മാവിനെ ബാധിക്കില്ല. നിത്യമുക്തനാണ് ആത്മാ. നമ്മൾ നേരത്തെ ഓരോരോ വാക്കുകളിൽ കൂടി, ഓരോ പദങ്ങളിൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പദത്തില് ഈ നിർഗുണ എന്നുള്ളതിൽ എന്ത് പറഞ്ഞു? മായയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സത്വരജ തമോ ഗുണങ്ങൾക്ക് അപ്പുറമാണ് ആത്മാ. ഈ ഗുണങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇതെല്ലാം ശരീരത്തെ ബാധിക്കുന്നതാണ്. ധർമാധർമ്മങ്ങളും ശരീരത്തെയാണ് ബാധിക്കുന്നത്. ജയപരാജയങ്ങളും എല്ലാം ശരീരത്തെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ അപ്പുറമാണ് എന്ന് ചിന്തിക്കണം. അടുത്ത വാക്ക് നിഷ്ക്രിയ. എനിക്ക് പാപവുമില്ല പുണ്യവുമില്ല. ഇതൊക്കെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ പാപവും പുണ്യവും ധർമാധർമ്മങ്ങളും നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ വ്യവഹാരത്തിൽ എന്തെല്ലാം ചെയ്താലും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയണം, ഞാൻ നിഷ്ക്രിയനാണ്, എനിക്ക് പാപപുണ്യങ്ങളില്ല. പാപപുണ്യങ്ങൾ ശരീരത്തെ ചേർന്നതാണ്. പാപം കൊണ്ടും പുണ്യം കൊണ്ടുമാണ് ശരീരം ഉണ്ടാക്കപ്പെടുന്നത്. ശരീരം എടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുന്നത് പാപപുണ്യങ്ങളെ കൊണ്ടാണ്. പുണ്യം ചെയ്താൽ സുഖം അനുഭവിക്കാനുള്ള ശരീരവും പാപം ചെയ്താൽ ദുഃഖം അനുഭവിക്കാനുള്ള ശരീരവുമാണ് കിട്ടുന്നത്. ഈ ശരീരത്തെയാണ് പാപപുണ്യങ്ങൾ നിർമ്മിക്കുന്നത്, ശരീരത്തെയാണ്. ആത്മാവിന് പാപവുമില്ല പുണ്യവുമില്ല, നിത്യശുദ്ധനാണ്, അവിടെ ഒന്നും ബാധിക്കുന്നില്ല. അഹം നിഷ്ക്രിയ, ആക്ഷൻ ഇല്ലാത്തവനാണ്. പറഞ്ഞല്ലോ നേരത്തെ, സാക്ഷിയാണ്. കർത്തൃത്വബോധം നമുക്ക് പാടില്ല. ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള കർത്തൃത്വബോധം എവിടെ ചെന്നെത്തിക്കും? നമ്മളെ വീണ്ടും
ജന്മത്തിന് കാരണമാക്കും. നമ്മൾ ആത്മാവാണ്. ഇവിടെ ചെയ്യുന്നതൊന്നിനും കർത്തൃത്വം ഏറ്റെടുക്കരുത്. എല്ലാം ആ വിധി പോലെ നടക്കുന്നു. എനിക്ക് ശരീരം കിട്ടിയത് എൻ്റെ പൂർവ്വജന്മമായിട്ടുള്ള കർമ്മഫലം കൊണ്ട്, ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നതും ആ ചില വാസനകളിൽ ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഈ വാസന ഉള്ളിൽ നിൽക്കരുത്, ഇത് തീർന്നു പോകണം. ഇനിയും ആഗ്രഹങ്ങൾ ഉണ്ടാകരുത്. ഉണ്ടായാൽ ഈ വാസന ഇനിയും എന്നെ പിടിക്കും. ആഗ്രഹങ്ങളില്ലാതെ ചെയ്യുന്ന കാര്യങ്ങള് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലില്ലാതെ കണ്ട് എൻ്റെ കർമ്മം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു. എനിക്കിതിൽ കർത്തൃത്വമില്ല. അതായത് എനിക്കിതിന്റെ റിസൾട്ട് എനിക്ക് വേണ്ട. അപ്പോഴേ കർത്തൃത്വം ഒഴിവാവുള്ളൂ. എനിക്കിതിന്റെ ഫലം വേണമെന്ന് പറയുമ്പോഴാണ് കർത്തൃത്വം വരുന്നത്. എനിക്കിതിന്റെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെയും ഫലം എനിക്ക് വേണ്ട. പാപമോ പുണ്യമോ ഒന്നും എന്നെ ബാധിക്കില്ല. ഞാനല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മത്തിന്റെ ഫലമാണ് എന്നെ കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യിക്കുന്നത്. പക്ഷെ ഇതിന്റെ കർത്തൃത്വം ഞാൻ ഏറ്റെടുക്കുന്നില്ല. എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നതെല്ലാം ഈശ്വരന്റെ പൂജയായിട്ട് എടുക്കണമേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ആത്മാവാണ്, സാക്ഷിയാണ്, ഞാൻ കർത്തൃത്വം ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിക്കണം. അപ്പൊ അതാണ് നിഷ്ക്രിയ. ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാത്തവൻ. ആത്മാ എന്നാൽ എന്ത്? സ്വരൂപം എന്ത്? ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ആത്മാ എന്നാൽ എന്ത്? അതിന്റെ സ്വരൂപം എന്ത്? നമ്മളിപ്പോ നോക്കി പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഓരോരോ പദങ്ങളിൽ കൂടി. ഈ ശ്ലോകങ്ങളെല്ലാം നിധിധ്യാസനത്തിന് ഉപയോഗിക്കേണ്ട ശ്ലോകങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ശ്ലോകങ്ങളൊക്കെ നിധിധ്യാസനത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് വിചാരം ചെയ്ത് ഉള്ളിൽ ഉറയ്ക്കണം. ഒറ്റ വാക്കിൽ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പറ്റുമോ? എന്താ പറയാൻ പറ്റുക? ഈ 3 ഗുണങ്ങൾക്ക് അതീതനാണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മളൊക്കെ അതിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. സദ്ഗുണ സമ്പന്നന്മാരായിട്ട് പോകണം. എന്നാലേ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേസമയം അത് വ്യവഹാരത്തിലാണെന്ന് ഓർമ്മ വരണം. അത് മായയാണെന്ന് ഓർമ്മ വരണം. ശരിയായിട്ടുള്ള ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് വീണ്ടും ഓർക്കണം. എപ്പോഴെല്ലാം ഞാൻ ആത്മാ എന്ന് സ്വയം അറിയണം എന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം എന്ത് ചെയ്യണം? ഈ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ പദങ്ങൾ, അതിന് മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞ പദങ്ങളെ ഓർക്കണം. അപ്പോഴേ ഞാൻ ആത്മാ എന്നുള്ളത് ഉറയ്ക്കുകയുള്ളൂ. അങ്ങനെ ഉറപ്പിച്ച് വരുമ്പോഴാണ് തടസ്സങ്ങൾ നീങ്ങുക. തടസ്സങ്ങൾ എന്താണ്? ശരീരമാണ് ഏറ്റവും വലിയ തടസ്സം. ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ തടസ്സം. ആ തടസ്സം മാറാനാണ് ഞാൻ ഈ ശരീരമല്ല, സത്വഗുണങ്ങളെ ബന്ധിക്കുന്നതാണ് ശരീരം, അതല്ല ഞാൻ. ഇങ്ങനെ ഓരോ വാക്കുകൾ. നിഷ്ക്രിയ, ഞാൻ കർത്തൃത്വം ഏറ്റെടുക്കരുത്, ഞാനല്ലത് ചെയ്യുന്നേ, ശരീരധർമ്മങ്ങളിലാണ് ഇതെല്ലാം നടക്കുന്നത്. പാപവും പുണ്യവും ശരീരത്തെ തരും. ഞാൻ പാപവും ചെയ്യുന്നില്ല, പുണ്യവും ചെയ്യുന്നില്ല. ഞാൻ ഇത് ചെയ്യുന്ന ആളെ അല്ല. ഞാൻ ഒരു എന്താ പറയാ, കഴിഞ്ഞ ജന്മങ്ങളിലെ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നു ഇവിടെ. അതുകൊണ്ടുണ്ടാകുന്ന പ്രവൃത്തികളാണ്. ഇത് ഞാൻ ഈശ്വരന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കിതിന്റെ ഈ ജന്മത്തിൽ ഞാൻ ചെയ്യുന്ന ഒന്നിന്റെയും ഫലം എനിക്ക് വേണ്ട. ഫലം ആഗ്രഹിച്ചല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഈ ശരീരം എടുത്തു ഇവിടെ വന്നു. ഇനി എനിക്ക് ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഈ ജന്മം കൊണ്ട് എൻ്റെ സകല കർമ്മങ്ങളും നശിക്കണം. പൂർവ്വജന്മമായ ആർജിതമായ എല്ലാം ഇതുകൊണ്ട് തീരണം. ഇനിയൊന്നും പുതിയതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് നിധിധ്യാസനം ചെയ്ത് ഞാൻ നിഷ്ക്രിയനാണ്, ഞാൻ നിർഗുണനാണ്, ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് ഉറപ്പിക്കണം. ചിന്തിച്ചുറപ്പിക്കലാണ് നിധിധ്യാസനത്തില്. ഇവിടെ കാണുന്നത് മായയുടെ ഗുണങ്ങൾ. ഞാൻ നിർഗുണനാണ്, അതിനാൽ മായയുടെ ഗുണങ്ങൾ എനിക്കില്ല. മനസ്സിൽ സദ്ഗുണം ദുർഗുണം എന്നിവയുണ്ട്. പക്ഷേ ഞാൻ മനസ്സിനും സാക്ഷിയായിട്ടിരിക്കുന്നവനാണ്. മനസ്സിൽ സദ്ഗുണമുണ്ട്, ദുർഗുണമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിനും സാക്ഷിയാണ്. എൻ്റെ മനസ്സ് എന്നല്ല പറയുന്നേ. അപ്പൊ ഞാൻ മനസ്സിന് സാക്ഷിയാണ്. ഞാൻ നല്ലവനുമല്ല, ചീത്തയുമല്ല. ഞാൻ ആരാണ്? സ്വയംഭുവാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ്. നല്ല ഗുണങ്ങൾ ധാരാളം സമ്പാദിക്കണം എന്നതുപോലും സൂക്ഷിച്ചു വേണം നമ്മൾ ചെയ്യുമ്പോൾ. കുറെ ദാനധർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ പോലും ഈ ദാനത്തിന്റെ ഒക്കെ ഗുണങ്ങൾ എനിക്ക് കിട്ടുന്നു വിചാരിച്ചാൽ തീർന്നു. അപ്പൊ എന്തായി? അത് ഫലമായി. നല്ല ഗുണം ശേഖരിക്കുന്നത്, അതിൽ നിന്ന്
അറ്റാച്ച്മെന്റ് വിടാൻ വേണ്ടിയിട്ടാണ്. നല്ല ഗുണം ശേഖരിക്കണം, പക്ഷെ അതിനോട് അറ്റാച്ച്മെന്റ് ആകരുത്. നല്ല ഗുണം സദ്ഗുണനാകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാത്തിനോടും ഡിറ്റാച്ച്മെന്റ് വരാൻ വേണ്ടിയിട്ടാണ്. അത് വലിയൊരു പ്രത്യേക അറിവാണ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. സദ്ഗുണങ്ങൾ കിട്ടണം. എന്തിനാണ് ആ സദ്ഗുണങ്ങള്? ഈ ലോകത്തോട് തന്നെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അറ്റാച്ച്മെന്റ്, എന്റേത്, മമത, ഓരോന്നിലുള്ള മമത, എന്റേത് എന്റേത് എന്റേത്, എനിക്ക് 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 എന്നുള്ളതെല്ലാം വിടാൻ വേണ്ടിയിട്ടാണ് സദ്ഗുണം സമ്പാദിക്കേണ്ടത്. അല്ലാതെ അതുകൊണ്ട് വീണ്ടും ഒരു ജന്മത്തിനുള്ള കാരണമായ പുണ്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് സദ്ഗുണ സമ്പാദനം. സദ്ഗുണ സമ്പാദനം ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. സദ്ഗുണം വഴിയേ അത് സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവണമെങ്കിൽ സദ്ഗുണങ്ങൾ വഴിക്കേ അത് സാധിക്കുള്ളൂ. അപ്പൊ സദ്ഗുണ സമ്പാദനം വേണം. അതൊരു വഴിയാണ്, ഒരു സ്റ്റെപ്പാണ്. പക്ഷെ അതല്ല ഞാൻ. അത് ഓർക്കുക. നിഷ്ക്രിയ എന്ന് പറഞ്ഞ ഒരു ആക്ഷനും അല്ലെ, ഓരോ ആക്ഷനും ഉണ്ട്. ഞാൻ കർത്താവാണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാനല്ലേ ചെയ്യുന്നേ ആണ്. അപ്പോ അവിടെ എന്ത് വേണം? ഞാനല്ല ചെയ്യുന്നേ. അത് ഞാനല്ല ചെയ്യുന്നതെന്ന് വരാൻ എന്താവണം? ഭോക്താവും ഞാനല്ലെന്ന് വരണം. ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല. ഇപ്പൊ എങ്ങനെയാണ്? നമ്മളെല്ലാത്തിൻ്റെയും ഭോക്താവാണ്. എന്ത് ചെയ്താലും അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നവരാണ്. അനുഭവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, അനുഭവിക്കുകയും ചെയ്യുന്നപ്പോൾ നമ്മൾ ഭോക്താവാണ്. പക്ഷെ ഇവിടെ പറയുന്നു ഞാൻ കർത്താവുമല്ല, അതുകൊണ്ട് തന്നെ ഭോക്താവുമല്ല. അപ്പോ ഇൻഡയറക്റ്റ് ഫോമായിട്ട് പറയുകയാണെങ്കിൽ അകർത്ത, അങ്ങനെ പറയാൻ പറ്റുമോ? അകർത്ത. ഞാനതൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാന്ന് മാത്രം. ഈ ശരീരം ക്രിയാസ്വരൂപമാണ്, ശരീരം ഗുണസ്വരൂപമാണ്. എന്നാൽ ശരിയായ ഞാൻ ഈ ശരീരമല്ല. ശരീരം ഗുണസ്വരൂപമാണ്, ശരീരം കർത്തൃസ്വരൂപമാണ്. അതും ചെയ്യുന്നുണ്ട്. ശരീരം കൊണ്ടാണല്ലോ കർമ്മം ചെയ്യുന്നത്. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ അതിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക, അതിന്റെ ഫലത്തെ ആശ്രയിക്കാതിരിക്കുക. ശരീരം എപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ശരീരം എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്തുകാതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഗുണഭോക്താവല്ലാതിരിക്കുക എന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആഗ്രഹിക്കാതിരിക്കുക. ഗുണം ചിലത് ചിലപ്പോ മുമ്പിൽ വന്നു ചേരും. ഇപ്പോ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാദുണ്ട്, സ്വാദ് ആസ്വദിക്കുന്നു. അത് ആസ്വദിക്കാതിരിക്കണം എന്നല്ല, അതല്ല അതിന്റെ ഉദ്ദേശം. നമ്മൾ അതിനു വേണ്ടി നിൽക്കരുത് എന്നുള്ളത്. ഭഗവത്ഗീതയില് അകർമ്മത്തിൽ കർമ്മത്തെ കാണൽ എന്നൊരു നല്ല വിശദമായിട്ടൊരു ഭാഗം പറയുന്നുണ്ട്. അകർമ്മത്തില് കർമ്മത്തെ കാണൽ. ശരീരം റെസ്റ്റ് എടുക്കുമ്പോൾ അകർമ്മമാണ് എന്ന് നമുക്ക് തോന്നാം, അല്ലെ? ശരീരം റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണ്, റെസ്റ്റ് എടുക്കുകയാണ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ശരീരത്തിലും മനസ്സിലും എന്തെല്ലാം മാറ്റങ്ങൾ അപ്പൊ സംഭവിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ ആ സമയത്ത് സംഭവിക്കുന്നുണ്ട്. അവിടെ ഒന്നും ചെയ്യാതിരിക്കലല്ല നടക്കുന്നത്. ശ്വാസോച്ഛ്വാസം നടക്കുന്നത്, ശരീരം വളരുന്നുണ്ട്, ചില സെല്ലുകൾ ഉണ്ടാവുന്നുണ്ട്, ചില സെല്ലുകൾ പോകുന്നുണ്ട്. മനസ്സിൽ എന്തെല്ലാമോ കാര്യങ്ങൾ, 10,000-കണക്കിന് കാര്യങ്ങൾ മനസ്സിൽ വന്നു പോകുന്നു. അപ്പോ അവിടെയൊക്കെ നടക്കുന്നുണ്ട്, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അവിടെ എല്ലാ സമയത്തും. ആ സമയത്ത് പോലും അനാത്മാവിലെ മാറ്റങ്ങളെ നമുക്കറിയാം. അനാത്മാവിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നമുക്ക് ആ സമയത്ത് അറിയാം. എപ്പോ? റെസ്റ്റ് എടുക്കുമ്പോ. അപ്പോ അവിടെ പ്രവർത്തനം നടക്കുന്നുണ്ട്, അനാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ യഥാർത്ഥ ഞാൻ, ആത്മസ്വരൂപമായ ഞാൻ നിഷ്ക്രിയനാണ്, സാക്ഷി മാത്രമാണ്. ക്രിയാസ്വരൂപമായ ശരീരത്തിലൂടെ ഞാൻ വെളിപ്പെടുന്നു. ഞാൻ വെളിപ്പെടുന്നത് ഇതിൽ കൂടെയാ. ആത്മസ്വരൂപമായ ഞാൻ, ആത്മപ്രകാശമായ ഞാൻ വെളിപ്പെടുന്നത് ഇതിലൂടെയാണ്. ഞാൻ ഈ ശരീരത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. എങ്കിലും ഞാൻ അവിടെ സാക്ഷി മാത്രമാണ്. ഞാൻ വെളിപ്പെടുന്നത് ശരീരത്തിലൂടെയാണ്. ഞാനുണ്ട് എന്ന് എനിക്കറിയാം, ഞാൻ അറിയുന്നു. പക്ഷെ ഞാൻ വെളിപ്പെടുന്ന ഈ ശരീരത്തിലൂടെയാണ്. പക്ഷെ ഞാൻ സാക്ഷി മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തിയിലും സാക്ഷി രൂപേണ അല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മളെല്ലാ പ്രവൃത്തിയിലും കർത്തൃത്വം എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാത്തിലും കർത്തൃത്വമുണ്ട്. ആ കർത്തൃത്വത്തിൽ നിന്ന് പിടിവിടാൻ എളുപ്പമല്ല. ഇങ്ങനെ ഈ വാക്കുകളെ വീണ്ടും 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 വിചാരം ചെയ്ത് നിധിധ്യാസനത്തിനിരിക്കുമ്പോൾ ഞാൻ ഈ ശരീരമല്ല, ഗുണങ്ങളെല്ലാം ശരീരത്തിനുള്ളതാണ്, ധർമാധർമ്മങ്ങളെല്ലാം ശരീരത്തിനുള്ളതാണ്, ഇങ്ങനെ ഇത് വ്യവഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ശരീരം വന്നിരിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് ഉറപ്പിക്കണം.
എല്ലാ പ്രശ്നങ്ങളും പ്രവൃത്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രവൃത്തിയെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നതും ആ പ്രവൃത്തിയെ ആശ്രയിച്ചാണ് കുറെ കാര്യങ്ങൾ. ഇന്നലെ ചെയ്തതും പ്രവൃത്തിയെ ആശ്രയിച്ചതാണ്. എല്ലാം നമ്മളെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ ആലോചിക്കുമ്പോൾ അസ്വസ്ഥനാകും, ചെയ്ത കാര്യങ്ങളെ കുറിച്ചും അസ്വസ്ഥനാകും. എപ്പോഴും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയാണ് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത്. ഏത് പ്രവൃത്തിയിലും സ്വസ്ഥതയില്ലാതെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നാം ഈ ഉയർന്ന സ്റ്റേജ് ഇപ്പൊ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന അപരോക്ഷാനുഭൂതി വായിച്ച് ഇത്രാമത്തെ 27ാമത്തെ ശ്ലോകം ശങ്കരാചാര്യർ പറഞ്ഞു തരുമ്പോ നമ്മൾ മാനസികമായിട്ട് ആ ഹയർ ലെവലിലേക്ക് ഉയരണം. നമുക്കിതിനുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഇത് മനസ്സിലാക്കാൻ. ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. സ്വയം ചിന്തിച്ച് ചിന്തിച്ച് ഉയർന്ന ലെവലിലേക്ക് അവനവനെ എത്തിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. എന്റെ തന്നെ കർമ്മഫലമായി കിട്ടിയതാണ് ഈ ശരീരം. അത് ഉറക്കണം. എന്റെ തന്നെ കർമ്മഫലമായിട്ട് കിട്ടിയതാണ് ഈ ശരീരം. ഈ ശരീരം തീരുന്നത് വരെ എനിക്ക് പ്രവർത്തിച്ചേ പറ്റൂ. പക്ഷേ ഇതിന്റെ ഫലം എനിക്ക് വേണ്ട. ഞാൻ അകർത്താവായിട്ടിരിക്കുന്നു, ഞാൻ ഭോക്താവാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉറപ്പിക്കണം. ഈ ശരീരമാണ് ഇത് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. ഞാൻ എന്ന ആത്മതത്വമല്ല ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് മുജ്ജന്മഫലമായിട്ട് കിട്ടിയ ഈ ശരീരം. ഈ ശരീരമാണ് ഇത് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. ശരീരമാണ് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. ശരീരമാണ് ചെയ്യുന്നത്. എനിക്കിതിന്റെ ഫലം വേണ്ട, ഫലം വേണ്ട. ഇത് കർമ്മം ഒടുങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ്. കർമ്മം ഇതിൽ കൂടി തീരും, ഈ ജന്മത്തിൽ തീരും. ഇത് ഞാൻ മനസ്സിലാക്കുന്നു. ഉള്ളിന്റെ ഉള്ളില് ഞാൻ ഇതറിയുന്നു. അല്ലാതെ പ്രവർത്തി ചെയ്യാതെ മിണ്ടാതെ ഇരിക്കുക എന്നുള്ളതല്ല. ഞാൻ ഈ സത്യം മനസ്സിലാക്കുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ളത് ശരീരം കർമ്മഫലം കൊണ്ടാണ്. ഇത് നശിച്ചു പോകും. ഇത് പോകുന്നതിന് മുൻപ് എന്തെല്ലാമോ ഇത് എന്നെ കൊണ്ട് ചെയ്യിക്കും. ഞാനിത് കാണുന്നുണ്ട്. ഈ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഫലം എനിക്കിനി വേണ്ട. ഞാൻ ഇനി ഫലം ഇച്ഛിച്ചുള്ള ഒരു കാര്യവും ചെയ്യില്ല. ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം എനിക്ക് വേണ്ട. എല്ലാം എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാ പ്രവൃത്തികളും എനിക്ക് ചെയ്യേണ്ടി വരും. ഈ ശരീരം ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഞാനത് ചെയ്യുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്. ഈ ശരീരം ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഞാൻ സാക്ഷിയായിരുന്ന് അറിയുന്നുണ്ട്. ഈ ശരീരമെല്ലാം ചെയ്യും. മായ ഈ ശരീരത്തെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കും. ഞാനത് അറിയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഫലം എനിക്ക് വേണ്ട. ഞാൻ നിഷ്ക്രിയനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്തൃത്വം മനസ്സിൽ ഏറ്റെടുക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടേയിരിക്കണം. ആവർത്തിച്ച് തീരുമാനിക്കണം. കർത്തൃത്വം ഞാൻ ഏറ്റെടുക്കില്ല, കർത്തൃത്വം ഏറ്റെടുക്കില്ല. എന്ത് കാര്യം ചെയ്താലും അതിന്റെ ഫലം വേണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക. എന്ത് ചെയ്താലും ഫലം വേണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. അടുത്തത് പറയുന്നു നിത്യഹ, എന്നുമുള്ളത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിത്യഹ, ആത്മാ എന്നുമുള്ളതാണ്. ശരീരമോ കുറച്ചു കാലത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ നശിച്ചു പോകും. എന്നുമുള്ളതാണ് ആത്മാ. ശരീരം എന്നുമുള്ളതല്ല. ഞാൻ നശിക്കുന്നില്ല, ഈ ശരീരം നശിക്കുന്നു. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്നുമുള്ള ആളാണ്. ഞാൻ 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 എന്നുള്ള ഉണർവ് എന്നും ഉണ്ടാകും. ഈ അറിവ്, ഈ തന്മ എന്നും ഉണ്ടാകും. ശരീരം പോകും, ഇനിയൊരു ശരീരം കിട്ടും. അത് കിട്ടാതിരിങ്ങനെ ശരീരം എടുക്കാതെ സർവവ്യാപിയായിട്ടുള്ള ആത്മതത്വമായിട്ടാണ് എനിക്കിനി ഇരിക്കേണ്ടത്. അതുകൊണ്ട് കർത്തൃത്വമൊന്നും ഞാൻ ഇനി ഏറ്റെടുക്കില്ല. വളരെ ഗഹനമാണ്. എല്ലാ ഇപ്പൊ പറയുന്ന ഈ അപരോക്ഷാനുഭൂതിയിൽ പറയുന്ന എല്ലാം വളരെ 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 ഗഹനമാണ്, ഒരു സംശയമില്ല. പക്ഷെ നിധിധ്യാസനത്തില് ഈ പദങ്ങളെ ഉപയോഗിച്ച് ഇതിനെ ഉള്ളില് ഉറപ്പിക്കുക. അപ്പോ സത് ആണ് അല്ലെ. ഞാൻ ആരാണ് ശരിക്കും? നിത്യനാണ്, സത് ആണ്. സത്ത് എങ്ങനെ ഇരിക്കണു എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. സത്ത് സത്തായിട്ടിരിക്കും, അത്രേ ഉള്ളൂ. അത് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കാൻ പറ്റില്ല. സത് സ്വരൂപമായിരിക്കുന്നു. ഞാനായിരിക്കുന്നു, അതേ പറയാൻ പറ്റും. ഓൺലി സത്ത്, സത്ത് മാത്രം. ഉണ്ട്, സത് ഉണ്ട്, 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 അറിയുന്നു, ഇത് മാത്രമേ ഉള്ളൂ. താങ്കൾ ചോദിക്കാൻ ഒരാൾ താങ്കൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സത്തായിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഞാൻ സത്താണ്, അറിവ് സ്വരൂപമാണ്, എല്ലാത്തെയും അറിയുന്നവനാണ്.
ഒന്നിലും ഒട്ടലില്ലാതെ നിൽക്കുന്നവനാണെന്നൊക്കെ സ്വയം അറിയാനേ പറ്റുള്ളൂ, ആരോടും പറയാൻ പറ്റില്ല. ചോദിക്കുമ്പോ എന്ത് പറയും? മനസ്സിനുമായിട്ട് ബന്ധിപ്പിച്ച് പറയും. എങ്ങനെയുണ്ട്? അപ്പൊ വലിയ കുഴപ്പമില്ല, ഇപ്പൊ സന്തോഷമാണ്, ഇപ്പോ ചെറിയൊരു ദുഃഖമുണ്ട്, 1-2 കാര്യങ്ങൾ കൊണ്ട് ദുഃഖമുണ്ട്, വേറൊരു സന്ദർഭത്തിൽ ഇപ്പൊ വളരെ സന്തോഷമാണ് കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സാമ്പത്തികവും ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരും നന്നായിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ സന്തോഷമുണ്ട്, സങ്കടമുണ്ട് എന്ന് പറയുന്നത് മനസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. മനസ്സിലാണല്ലോ സന്തോഷവും, മനസ്സിലാണല്ലോ സങ്കടവും. അപ്പൊ അത് പറയും. പക്ഷേ ശരിയായിട്ടുള്ള ഞാൻ എങ്ങനെയിരിക്കുന്നു? ഞാൻ നിത്യനാണ്, എന്നെ ഈ വേദനകളൊന്നും ബാധിക്കുന്നില്ല, സുഖവും ദുഃഖവും ഒന്നും എന്നെ ബാധിക്കുന്നില്ല. അതിലെ നിത്യാനിത്യ വിയോഗത്തിനകത്ത് വരുമ്പോൾ അതെല്ലാം വരുന്നുണ്ടല്ലോ, സുഖമോ ദുഃഖമോ ചൂടോ തണുപ്പോ, ഇതൊന്നും എന്നെ ബാധിക്കില്ല, ഞാൻ ആത്മസ്വരൂപമാണ്. അപ്പൊ ഞാൻ എന്നുള്ള ശരീരവുമായിട്ട് ബന്ധിപ്പിച്ചു കൊടുത്താൽ അത് സൂക്ഷ്മ ശരീരമല്ല, സ്ഥൂല ശരീരമല്ല, സൂക്ഷ്മമായിട്ട് ബന്ധിപ്പിച്ചാൽ ഉടനെ കുഴപ്പങ്ങൾ വരും. പിന്നെ പറയുന്നത് എല്ലാം നമ്മൾ അനാത്മാവിനെ ചേർത്തേ പറയുള്ളൂ. എല്ലാ കാര്യങ്ങളും അനാത്മാവ്. കൈക്കൊരു വേദനയാണ്, അപ്പോഴെനിക്ക് വേദനയുണ്ട്, എൻ്റെ കൈക്ക് എനിക്ക് വേദന, എല്ലാം ഞാൻ ചേർത്തേ പറയുള്ളൂ. പക്ഷെ അതിലെ എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ വേറിട്ടാണ് നിൽക്കണമെന്ന് ഓർക്കത്തുമില്ല. വിചാരിക്കുന്നത് ചേർന്നാണ്, പറയുന്നത് എൻ്റെ എന്ന് പറയുന്നുണ്ട്, വിചാരിക്കുന്നത് ചേർന്നാണ്. അതൊക്കെ തിരിച്ചറിയാം. ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആള് ചോദിക്കുന്ന കാര്യങ്ങള് അനാത്മാവായ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു താങ്കൾ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ചോദ്യകർത്താവ് ചോദിക്കുന്നത് ആത്മസ്വരൂപത്തിനെ കുറിച്ചാണ്. അല്ല, നമ്മളിപ്പോ കണ്ടുമുട്ടി കഴിഞ്ഞ ഉടനെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആത്മാവിനെ കുറിച്ചല്ലല്ലോ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ തന്നെയാണ്. മനസ്സിനെ കുറിച്ചോ ബുദ്ധിയെ കുറിച്ചോ അഹങ്കാരത്തെ കുറിച്ചോ ഒക്കെ, ഇതിനൊക്കെ കുറിച്ചാണ്, എല്ലാ അനാത്മാക്കളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിയ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അനാത്മാവിനെ കുറിച്ച്. അപ്പൊ മറുപടി പറയും, അതും അതനുസരിച്ച് തന്നെ പറയണം, അതാണ് ശരി, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ അതറിയുക, ഇത് വ്യവഹാരമാണ് എന്നറിയുക, ഇതിവിടെ ജീവിക്കാൻ, ഈ ശരീരം വിട്ടുപോകുന്നിടം വരെ, ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കുന്നത് വരെ എനിക്ക് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നറിയണം. ഞാൻ ഈ ശരീരമല്ല എന്നറിയണം. ഓരോന്ന് ചെയ്യുമ്പോഴും അറിയണം, ഞാൻ ശരീരമല്ല, ഞാൻ ഇതെല്ലാം അറിയുന്ന സത്ത് ആണ്. സത്തെന്ന് പറയണ്ട, നിത്യം എന്നും ആരോടും പറയണ്ട, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഉള്ളിലറിയാനാണ്. ഞാൻ നിത്യനാണെന്ന് ഉള്ളിലാണ് അറിയണ്ടേ, ഞാൻ സത്താണെന്ന് ഉള്ളിലാണ് അറിയണ്ടേ. ആത്മാവിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് സത്താണ്. അതിനെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം അത് സത്താണ്, അതെങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ നിത്യം എന്ന് പഠിച്ചു, ഞാൻ നിത്യമാണ്, അതെങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദ്യമല്ല ഇവിടെ. നിത്യമായ സച്ചിത് ആനന്ദമാണ്. അപ്പൊ ചോദിക്കുന്നതെല്ലാം അനാത്മാവിനെ കുറിച്ചാണ്, മറുപടി പറയുന്നതും അനാത്മാവിനെ കുറിച്ചാണ്. അതിലൊന്നും മാറ്റം വരുത്തണ്ട, അങ്ങനെ തന്നെ പോകട്ടെ. പക്ഷെ ഉള്ളിൽ അറിയണം, ഇതെല്ലാം അനാത്മാവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ആത്മായാണ്. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആർക്കൊന്നും പറയാൻ പറ്റില്ല, വേറൊരാളും ചോദിക്കാൻ പറ്റില്ല ആത്മാ എങ്ങനെ ഇരിക്കുന്നു. അയാൾക്ക് പറഞ്ഞു തരാനും പറ്റില്ല, ചോദിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല ആത്മാ എങ്ങനെ ഇരിക്കുന്നു. അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? നിത്യ, ആത്മാ നിത്യമാണ്, ഞാൻ നിത്യനാണ്. അപ്പൊ നിത്യമായി അല്ലെ, ഞാൻ നിത്യനാണ് എന്ന് പഠിച്ചിട്ട് ഈശ്വരനോട് എന്തെങ്കിലും ചോദിച്ച് മേടിച്ചാലോ? അതും നിത്യമാകില്ലേ? അപ്പോ ഒന്നും ചോദിക്കരുത്, ഒരു കാര്യങ്ങളും, ലൗകികമായിട്ടുള്ള കാര്യങ്ങളും ചോദിച്ച് മേടിക്കരുത് ഭഗവാനോട്. ഇതെല്ലാം സംസാരത്തിലെ കാര്യങ്ങളാണ് നമ്മളെല്ലാം ചോദിക്കുന്നത് അല്ലെ. നമ്മൾ ഈശ്വരനോട് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്, വഴിപാടുകൾ കഴിക്കുന്നത്, ചോദിക്കുന്നതെല്ലാം എന്താണ്? എല്ലാം സംസാരത്തിലെ കാര്യങ്ങളാണ്. അപ്പോ നിത്യസംസാരിയാകും. എന്ത് നന്നായിട്ട് ആചാര്യസ്വാമി പറയുന്നത്. നമ്മളെല്ലാം ചോദിക്കുന്നത് ഈ ജീവിതത്തിൽ, ലോക ജീവിതത്തിന് വേണ്ട സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ആരാവും? സംസാരിയായി മാറും. ഓരോന്ന് ചോദിക്കുമ്പോഴും സംസാരിയാവുക, വീണ്ടും വീണ്ടും സംസാരിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ആഗ്രഹങ്ങൾ ചോദിക്കുന്നുവോ അപ്പോഴൊക്കെ സംസാരിയായി മാറുന്നു.
ഓരോ വഴിപാടുകൾ ചൊല്ലുമ്പോഴും നാമം ചൊല്ലുമ്പോഴും ശ്ലോകം ചൊല്ലുമ്പോഴും ഭഗവത്ഗീത വായിക്കുമ്പോഴും ഒക്കെ എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ മുഴുവൻ ഏതിനെ സംബന്ധിച്ചതാണ്? ലൗകിക ജീവിതത്തെ സംബന്ധിച്ചതാണ്. ശരീരത്തെ, ഒന്നിലെ സ്ഥൂല ശരീരത്തെ സംബന്ധിച്ചത്. അതായത് ഇപ്പൊ നാരായണീയം വായിക്കുന്ന സുഖം മാറണം സുഖം മാറണം എന്ന് പറഞ്ഞു. ഭട്ടതിരിപ്പാട് തന്നെ അവസാനമായപ്പോ ഭട്ടതിരിപ്പാടിന്റെ കാര്യം പിടികിട്ടി. ആദ്യത്തെ ശ്ലോകങ്ങളിലൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പ എന്റെ ശരീരത്തിലെ സുഖം മാറ്റണേ മാറ്റണേ എന്ന്. അവസാനം വന്നപ്പോ അതിൽ നിന്ന് വിട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്, ഇതല്ല ചോദിക്കേണ്ടത്, ഞാൻ ആരാണെന്ന് മനസ്സിലാവുന്ന അവസാന സമയം വരുമ്പോഴാണ്. അപ്പോ പക്ഷെ നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യും? അവസാന ഭാഗം കൊണ്ട് ഓടിച്ചു വിടും. അവിടെ വായിക്കുമാർക്കൊന്നും മനസ്സിലാവത്തില്ല, ഓടിച്ചും കൂടെ. അതിനു മുമ്പ് ഇപ്പൊ അസുഖമുണ്ട്, നാരായണീയം വായിച്ചാൽ മതി, അസുഖം മാറും, മുട്ടുവേദന മാറും, കാലുവേദന മാറും. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്, എല്ലാ മന്ത്രങ്ങളും, ഇപ്പൊ മറ്റ് യജുർവേദത്തിലെ മന്ത്രങ്ങളും കർമ്മങ്ങളും ഹോമങ്ങളും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സകല കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ലൗകികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, സംസാരത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായി? ഭഗവാൻ എല്ലാം അനുഗ്രഹിച്ചു തരും. ആരാവും നമ്മൾ? സംസാരിയായി മുന്നേറിക്കൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും സംസാരി ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ അപരോക്ഷാനുഭൂതി പഠിക്കുന്നത് എന്തിനാണ്? സംസാരത്തിൽ നിന്ന് മുക്തി നേടാനാണ്, സംസാരത്തിൽ നിന്ന് കരകയറാനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു തരുന്നത്, സംസാരത്തിൽ പെട്ടുപോകുവാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ഒന്നും ചോദിച്ചു മേടിച്ചേക്കരുത്. ചോദിക്കുന്നതെല്ലാം സംസാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എല്ലാം അനാത്മയാണ്. അത് മേടിച്ചാൽ വീണ്ടും ശരീരം എടുക്കേണ്ടി വരും. ഒന്നും ചോദിക്കരുത്, ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താ? ഞാൻ സർവവുമാണ്, സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ്, സർവവ്യാപിയാണ്, എന്നിലാണ് എല്ലാം. പിന്നെ ഞാൻ എന്ത് ചോദിക്കാൻ, എന്ത് മേടിക്കാൻ? അതുകൊണ്ട് തന്നെ ഞാൻ നിത്യാനന്ദത്തിലാണ്. അപ്പൊ നമുക്കൊരു ആനന്ദം എന്ന് പറയാൻ, നമ്മുടെ ഒരു മനസ്സിലൊരു ധാരണയുണ്ട്, എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു സുഖം, കാണുമ്പോൾ ഒരു സുഖം, കേൾക്കുമ്പോൾ ഒരു സുഖം, ഇതാണ് ആനന്ദം എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ഇതല്ല യഥാർത്ഥ ആനന്ദം എന്ന് ദിവസവും നമ്മൾ അറിയുന്നുണ്ട്. എപ്പോ? ഉറങ്ങുമ്പോൾ, സുഷുപ്തിയിൽ വരുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണാതിരിക്കുന്നതും, ചെവി കൊണ്ട് കേൾക്കാതിരിക്കുന്നതും, നാക്ക് കൊണ്ട് കഴിക്കാതിരിക്കുന്നതും, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ എന്താണ്? ഇതെല്ലാം നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി, മനസ്സിനെയും അടക്കി സുഷുപ്തിയിൽ ഇരിക്കുമ്പോൾ സുഖമായി ഉറങ്ങി എന്നാണ് പിറ്റേ ദിവസം രാവിലെ പറയുന്നത്. നന്നായിട്ട് ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാത്ത അവസ്ഥയില് ആണ് ഏറ്റവും സുഖം നമ്മൾ കാണുന്നത്. ബാക്കിയൊക്കെ മടുക്കും, എല്ലാം മടുക്കുമല്ലോ. ഉറങ്ങി മടുക്കാറില്ല, എല്ലാ ദിവസവും ഉറങ്ങണം, ഉറങ്ങിനിയും പറ്റില്ല. പക്ഷെ ഓരോ കാഴ്ചകൾ, ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയി, മൂന്നാമത്തെ പ്രാവശ്യം അയ്യോ അവിടെ പോണ്ട, അതൊക്കെ കണ്ടതാ, വേറെ സ്ഥലത്ത് പോകാന്ന് പറയും. അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്, മടുപ്പുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥയ്ക്ക് മടുപ്പില്ല. അപ്പോ അതിനും അപ്പുറമാണ് യഥാർത്ഥ ആനന്ദം. സുഷുപ്തി അല്ല യഥാർത്ഥ ആനന്ദം, അതൊരു സാമ്പിൾ വെടിക്കട്ടെ, ചെറുതായിട്ടൊന്ന് കാണിച്ചു തരുന്നതാണ്. അതിനും അപ്പുറമുണ്ട്. എങ്ങനെ? സ്വയം ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഒന്നിനും വംശവരാകാതെ ഒരാഗ്രഹവും ഇല്ലാതെ ഇരിക്കുന്ന, സ്വയം ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ അതിന്റെ ധ്യാനത്തിൽ കുറച്ച് സമയത്തേക്ക് ഇരിക്കുന്നുള്ളൂ, പക്ഷെ അപ്പോഴും കിട്ടുന്നില്ല മുഴുവൻ. ജീവിതം മുഴുവൻ അങ്ങനെ. എങ്ങനെ? ഈ ശരീരത്തെ ഞാനല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം വ്യവഹാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിന്റെ ഉള്ളില് ഒരു ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും. അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വഴിയിലുള്ള തടസ്സങ്ങളെയാണ് ഇവിടെ മാറ്റുന്നത്. അതാണ് അപരോക്ഷാനുഭൂതി ചെയ്തു തരുന്നത്. അപ്പോ ശരീരമല്ല 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 എന്ന് ഉറപ്പിക്കുകയാണ് ഇവിടെ ആചാര്യസ്വാമി ചെയ്യുന്നത്. അപ്പോ ഇതാണ് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. നിത്യഹ നിത്യഹ. അപ്പോ നമ്മൾ ഒന്നും ചോദിക്കരുത് ഇനിമേലാൽ. നിത്യസംസാരിയായി പോകും. എന്തെങ്കിലും കിട്ടി ചോദിച്ചു മേടിച്ചു കൊണ്ടിരുന്ന നിത്യസംസാരിയാവും. നിത്യഹ എന്നുള്ളത് മാറിയിട്ട് നിത്യസംസാരിയാവും. നിത്യം എന്ന പദത്തെ തുടർന്ന് നിത്യമുക്തഹ, നിത്യമുക്തഹ ഇങ്ങനെ വാക്കുണ്ട്. നിർഗുണോ നിഷ്ക്രിയോ നിത്യോ നിത്യമുക്തോഹം എന്നും കൂടെ അടുത്തൊരു വാക്ക് വരുന്നു. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നമസ്കാരം. വളരെ ഗഹനമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. വീണ്ടും 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 ആവർത്തിച്ച് കേട്ട് ആചാര്യസ്വാമി പറയുന്ന പോലെ ധ്യാനാവസ്ഥകളിലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരിച്ചറിഞ്ഞ് ഏറ്റവും ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഇനിയൊന്നും ആഗ്രഹിക്കാതിരിക്കാം, ഇനിയൊന്നും ഈശ്വരനോട് ലൗകികമായി ഒന്നും ചോദിക്കാതിരിക്കാം. അങ്ങനെ ഒരു സാധന ചെയ്താൽ നമുക്ക് ഈ പഠിക്കുന്നതൊക്കെ മനസ്സിലാവുകയും അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ആ അനുഭൂതിയിലേക്ക് ഭാവിയിൽ എത്താൻ സാധിക്കുകയും ചെയ്യും. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. തിങ്കളാഴ്ച മുതൽ തലകാലം ആരംഭിച്ചുകൊണ്ട് കുട്ടികളുടെ സ്വാമിയാർ മഠത്തിലെ കുട്ടികളെ കൊണ്ട് ഭാഗവത മാഹാത്മ്യം എല്ലാ ശ്ലോകങ്ങളും സമ്പൂർണ്ണമായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ 41 ദിവസം കൊണ്ട് കുട്ടികളെ കൊണ്ട് അത് ചൊല്ലിച്ച് അവരെ കൊണ്ട് തന്നെ അതിന്റെ സാരവും പറയിക്കുന്ന ഒരു പരിപാടി തുടങ്ങുകയാണ് തിങ്കളാഴ്ച മുതൽ. പറ്റുന്നവരൊക്കെ അതിനകത്തുനിന്ന് കയറി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വലുതാക്കി എടുത്തില്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു മെയിൻ വലിയ ലക്ഷ്യം. അത് തന്നെയാണ്. അപ്പോൾ നിറയെ കുഞ്ഞുങ്ങളെ 41 കുട്ടികളെ അതിനുവേണ്ടി 70 കുട്ടികളോളം പങ്കെടുക്കുന്നുണ്ട്. ആ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കലായിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് കുഞ്ഞുങ്ങളെ ഭാഗവതം മാഹാത്മ്യം മുഴുവനായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. നന്നായിട്ട് ചൊല്ലുന്നു കുട്ടികൾ. അപ്പോൾ നിങ്ങളെ പോലെയുള്ളവരെല്ലാവരും വന്ന് അത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. തിങ്കളാഴ്ച മുതൽ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ലിങ്ക് തന്നെയായിരിക്കും, ഈ CSH എന്നുള്ള ഈ സെയിം ലിങ്ക് തന്നെയായിരിക്കും. 8:30 മുതലാണ്. എല്ലാ ദിവസവും 8:30 മുതൽ ഒരു 10-15 മിനിറ്റ് നേരെ കാണും. കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ് അതുകൊണ്ട് 7:30-ക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. 7:30 മുതൽ 8 വരെ. എന്താ വെച്ചാൽ 8:30-ക്ക് കുഞ്ഞുങ്ങളുടെ പരിപാടിക്ക് വേണ്ടി എനിക്ക് നേരത്തെ കുട്ടികളായിട്ട് സമ്മതിക്കും ശരിയാക്കുകയൊക്കെ വേണ്ടതുകൊണ്ട് 7:30 to 8 നമ്മുടെ ക്ലാസ്. എല്ലാവരും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കയറി ചെയ്യണം. 8:30-ക്ക്. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം സായിറാം സർ. സായിറാം സർ. സായിറാം സർ. സായിറാം സർ.